ഉണ്ടാവില്ലേ, വാങ്ങിയാൽ മതി ഇല്ലേ, താഴോട്ട് പോകും. എത്ര കിട്ടി ആണോ? പിന്നെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് എന്തെന്നറിയോ, സാറേ ഞാൻ ബൈ ചെയ്ത, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഞാൻ ബൈ ചെയ്ത അപ്പ മാർക്കറ്റ് താഴോട്ട് പോകും. എന്ത് ചെയ്യും? ഞാൻ ബൈ ചെയ്ത അപ്പ മാർക്കറ്റ്. ചിലര് ചോദിക്കലേ എങ്ങനെയാണ്, ഏതെങ്കിലും സ്റ്റോക്കിന്റെ പ്രൈസ് ഇടിക്കാണ്ടങ്ങ് പറഞ്ഞാൽ കാരണം ഇവ വാങ്ങിയ അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇടിയുന്നുണ്ട്. ചില പിന്നെ പറയുന്നത് അറിയോ, ഞാൻ സെല് ചെയ്ത അപ്പൊ മാർക്കറ്റ് എന്തോ മുകളിലോട്ട് അല്ലേ തോന്നാറുണ്ട. ഇതാരാ നോക്കിക്കണ്ടു അല്ലേ, ഇതാരാ നോക്കിക്കണ്ടു. എന്നോട് എത്ര ദേഷ്യം. നമ്മളിവിടെ കോട്ടക്കലിന് എക്സ്ചേഞ്ച് ഗോൾഡിന്റെ പ്രൈസ് നോക്കുന്നതും USA നോക്കുന്നതും എക്സാക്ട്ലി എന്താണ്, സെയിം ആണ്. വല്ല മാറ്റം ഉണ്ടാവും? ഒരു മാറ്റവും ഇല്ല. 7 ട്രില്യൺ നടക്കുന്ന മാർക്കറ്റ്, ഇവന്റെ ക്യാപിറ്റൽ ആകെ $100. ഇവന്റെ ട്രേഡിംഗ് നോക്കിക്കാൻ ഞാൻ ഇവർക്ക് എന്ത് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കും. ഇതിന് പയ്യ ചെയ്യുമ്പോഴേക്ക് താഴോട്ട് പോവാണല്ലേ, പയ്യ തോന്നുമ്പോഴൊക്കെ സെല് ചെയ്യാൻ തോന്നുമ്പോഴൊക്കെ ഇത് നമ്മുടെ മൈൻഡാണ് അല്ലേ. നമ്മുടെ മൈൻഡ് നമ്മളെ പലതും എന്ത് ചെയ്യും, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത് ട്രേഡിങ്ങിൽ നമ്മുടെ LEV എന്ന് പറഞ്ഞ ആരാണ്, ഇതിനെ കൺട്രോൾ ചെയ്യണം. ട്രേഡ് ലൈക്ക് റോബോട്ട് എന്ന് പറയും. റോബോട്ടിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിന് ഇമോഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ വരാൻ പാടില്ല. നമ്മളെ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഇന്നൊരു ട്രേഡ്, രണ്ട് ട്രേഡ് ഇത് ലോസ് ആണ്, ക്ലോസ് ചെയ്യാൻ പോവുക, എന്ത് ചെയ്യാൻ എന്റർടൈൻ പരിപാടിക്ക് പോവാ, നാളെ നോക്കാം. എന്നൊരു ട്രേഡും കിട്ടിയില്ലേ, ക്ലോസ് ചെയ്യാം, പോവാ. അതാണ് ക്വാളിറ്റി. മനസ്സിലായോ? അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഒരു ഫുൾ ടൈം ട്രേഡർക്ക് ചിലപ്പോൾ ഒരു ദിവസം 1-2 ട്രേഡ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ട്രേഡും ഉണ്ടാവില്ല. പക്ഷെ അത് മതി മന്ത്ലി അയാളെ അക്കൗണ്ട് എന്താവാന്, എക്സാക്ട്ലി. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത്, ഒരു ട്രേഡിന് മാക്സിമം എത്ര റിസ്ക് എടുക്കുക, 1% റിസ്ക് എടുക്കുക. മിനിമം 1:1 എങ്കിലും എന്ത് വേണം, റിസ്ക് ടു റിവാർഡ് റേഷ്യോ വേണം. മിനിമം 1:1 എങ്കിലും, വിച്ച് മീൻസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1 ആണെങ്കിൽ ടാർഗറ്റ് മിനിമം എത്ര വേണം, 1 വേണം. സ്റ്റോപ്പ് ലോസ് 10 ആണെങ്കിൽ ടാർഗറ്റ് മിനിമം എത്ര വേണം, 10 വേണം. അതിനാണ് 1:1 എന്ന് പറയാം. റെഡി, ക്ലിയർ ആണോ? അത് ബെസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ മിനിമം എന്ത് ചെയ്യണം, അതെങ്കിലും വേണം. ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ ഉണ്ടായിരുന്നു പാലക്കാടുള്ള ആനൂപ് കനക എന്ന് പറയും. അപ്പോൾ UAE അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ചെയ്യുന്നതിൽ കൂടുതൽ പ്രോഫിറ്റ് ആണ്, പക്ഷെ അക്കൗണ്ട് ലോസ് ആണ്. ചെയ്യുന്ന കൂടുതൽ എന്താണ്, പ്രോഫിറ്റ്. അപ്പൊ ക്രൂഡ് ഓയിൽ ആണ്. എന്നോട് ഞാൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 പോയിന്റ് ഒക്കെ ടാർഗറ്റ് വെക്കും പറയും, വിച്ച് ഈസ് വെരി ഗുഡ്. ഓക്കെ, റിസ്ക് ഒക്കെ എങ്ങനെയാണ്, റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ റേഷ്യോ. സ്റ്റോപ്പ് ലോസ് തന്നെ 30 പോയിന്റ്. സ്റ്റോപ്പ് ലോസ് എത്ര,